പാലക്കാട് നെല്ലിയാമ്പതി ചുരം പാതയിൽ കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽപ്പെട്ട് ഓറഞ്ച് ഫാം തൊഴിലാളിയായ സ്ത്രീ മരിച്ചു. ചുരമിറങ്ങി വരുമ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപമാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് മരത്തിൽ തങ്ങി നിന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. ഇന്ന് രാവിലെ 9:30ഓടെയാണ് അപകടം ഉണ്ടായത്. നെല്ലിയാമ്പതിയിൽ നിന്നും ചുരം ഇറങ്ങി വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിന് ബ്രേക്ക് നഷ്ടമായതോടെ താഴ്ചയിലേക്ക് ഇടിച്ച് ഇറങ്ങുകയായിരുന്നു. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ നെല്ലിയാമ്പതി ഓറഞ്ച് ഫാം തൊഴിലാളിയായ ജയന്തി എന്ന സ്ത്രീ മരിച്ചു. ബ്രേക്ക് ഡൗൺ ആയതാണ് വണ്ടി. ബ്രേക്ക് ഡൗൺ ആയി അവിടെ നിന്ന് വരുമ്പോൾ വണ്ടി ബ്രേക്ക് ഇതായിട്ട് കിട്ടാണ്ടായി. വണ്ടിക്ക് ബ്രേക്ക് കിട്ടാണ്ടായപ്പോൾ ആൾക്ക് കൺട്രോൾ തെറ്റി. ഡ്രൈവറിന് കൺട്രോൾ നേരെ ഇതിലേക്ക് വണ്ടി നേരെ ഇറങ്ങി. ഞങ്ങൾ പറഞ്ഞു അപ്പോഴും ലെഫ്റ്റ് അടിക്ക് പറഞ്ഞു. ആൾക്ക് അത് വെപ്രാളത്തിലൊന്നും അറിഞ്ഞില്ല. ഗിയർ ഡൗൺ ആയി പറഞ്ഞപ്പോൾ അതും കേട്ടില്ല. പുള്ളിക്ക് ആ വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലാസ്റ്റ് അവിടെ നിന്ന് കുറേ നേരം നല്ല ദൂരം വന്നിട്ടാണ് വണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. 72 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസ്സിന് മുൻവശത്ത് നിൽക്കുകയായിരുന്ന ജയന്തി ചില്ലിന് വെളിയിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണതാണ് ജീവൻ നഷ്ടമാവാൻ കാരണമായത്. ബസ് തേക്ക് മരക്കാടുകൾക്കിടയിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബഹളം വെക്കാൻ തുടങ്ങി. സ്ത്രീകളാണ് ഫ്രണ്ടിൽ. അവർ ബഹളം വെക്കാൻ തുടങ്ങി. അതിനിടയിൽ ഞങ്ങൾ മുന്നിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒരാൾ സപ്പോർട്ടിന് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാമല്ലോ പറഞ്ഞ ബേസിലാണ് ഞാൻ ഗിയർ ഡൗൺ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് കേൾക്കണില്ല. അത്രയും ബഹളമായിരുന്നു. അതിനിടയിൽ ഞാൻ അവിടുന്ന് കടക്കുമളയ്ക്ക് വണ്ടി കുത്തിക്കഴിഞ്ഞു. നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് അപകടത്തിൽ പരിക്കേറ്റവരെ പുറത്തെത്തിച്ചത്. ഇവരെ നെന്മാറയിലെയും പാലക്കാട്ടെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഒരു വ്യക്തി മരിച്ചു. ഒരു നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിലുണ്ടായിരുന്ന ഒരു വാസന്തി, 65 വയസ്സ് വാസന്തി, അവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ബാക്കി 9 പേരെ അവിടെ നമ്മുടെ നെന്മാറ CHC കൊണ്ടുപോയിട്ട് അവിടുന്ന് ജില്ലാശുപത്രിയിൽ പോയിട്ടുണ്ട്. 36ഓളം പേര് അവിടെ ഇപ്പോൾ തന്നെ ചികിത്സയിലാണ്. 3 പേര് നേരിട്ട് ഇവിടുന്ന് തന്നെ അവിറ്റീസിലേക്ക് പോയിട്ടുണ്ട്. അവിടെ സ്ഥിതി നമുക്ക് അറിയില്ല, നോക്കുമ്പോൾ അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. പ്രാഥമികമായിട്ടുള്ള അവർക്കുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പും കെ.എസ്.ആർ.ടി.സിയും അന്വേഷണം നടത്തും. സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് ജില്ലാ കളക്ടറും വ്യക്തമാക്കി. ജനം, പാലക്കാട്.